യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടസ്സപ്പെടുത്തി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. DCC വൈസ് പ്രസിഡന്റ് എസ് അരുൺരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ വരെ സമരം പോയെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ക്രൂരന്മാരായിട്ടുള്ള ഭരണാധികാരികളെ ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങി അവരുടെ വസതിയിൽ നിന്ന് ആട്ടി പുറത്താക്കിയ ചരിത്രം ലോകത്തിന്റെ പല രാജ്യങ്ങളിലുമുണ്ട്. നരേന്ദ്രമോദിയുടെ ശൈലി ഇതാണ് എങ്കിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഒന്നടങ്കം ആഞ്ഞിറങ്ങിയാൽ നരേന്ദ്രമോദിയുടെ ഒരു സംവിധാനത്തിനും ഈ സർക്കാരിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നതിന്റെ തെളിവ് വരും ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുട്ടി വെന്റിലേറ്ററിലാണ് ഈ സമരത്തിൽ പങ്കെടുത്തതിന്. ഒരു കുട്ടി വെന്റിലേറ്ററിലാണ്. നിരവധി ചെറുപ്പക്കാരുടെ തലതല്ലി പൊട്ടിച്ചു. നിരവധി ചെറുപ്പക്കാരുടെ ദേഹമാസകലം ലാത്തിയുടെ പാടുകളേറ്റവർ വേദന കൊണ്ട് പൊളയുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ ചോരയെ, ഇന്ദിരാഗാന്ധിയുടെ ചോരയെ ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ BJPയുടെ സർക്കാർ വലിച്ചഴച്ചെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സാക്ഷി നിർത്തി ഒരു കോൺഗ്രസുകാരന്റെ, ഒരു യൂത്ത് കോൺഗ്രസുകാരന്റെ വികാരത്തോടു കൂടി നമ്മൾ പറയുന്നു, ഈ സമരത്തിന് ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുക്കാൻ ആ ചെറുപ്പക്കാരോടൊപ്പം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി രേഖപ്പെടുത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്രയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.